നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അവസരങ്ങൾ നൽകിയ നല്ല കർത്താവിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ ജോസ് ബേബിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നുവരെയും ദൈവം നമ്മെ ശക്തമായി നടത്തുന്നു. യാതൊന്നും കണ്ടിട്ടല്ല ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. കർത്താവ് ഞങ്ങൾക്ക് തരുന്ന ദർശനങ്ങൾ, വെളിപ്പാടുകൾ അനുസരിച്ചാണ് ഞങ്ങൾ ഈ ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. ഏരിയ തോറും ഉള്ള പ്രാർത്ഥനകൾ, ഉപവാസ പ്രാർത്ഥനകൾ നടത്തി വരുന്ന ദൈവമക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ദൈവഭവനത്തിൽ നിന്നും ചില വാക്യങ്ങൾ മാത്രം വായിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഞാനിന്ന് പ്രസംഗിക്കുവാൻ എടുത്ത മെസ്സേജിൻ്റെ പകുതി ഭാഗവും ദൈവദാസനോട് ഓർപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്തിയെ നോക്കി ശപിച്ചതുപോലെ ഞങ്ങളെയും ശപിക്കരുതേ. അത്തിയെ നോക്കി ശപിച്ചതുപോലെ ഞങ്ങളെയും ശപിക്കരുതേ. തരിശുനിലങ്ങൾ നൂറുമേനിക്കൊയ്യാൻ ദർശനം തരിക, നിൻ കൃപ തരിക. തരിശുനിലങ്ങൾ നൂറുമേനിക്കൊയ്യാൻ ദർശനം തരിക, നിൻ കൃപ തരിക. കാലങ്ങൾ പോയേ, കാലങ്ങൾ പോയേ, പാഴായി പോയേ, എങ്കിലുമെന്നെ മറന്നില്ല താവൻ. കാലങ്ങൾ പോയേ, പാഴായി പോയേ, എങ്കിലുമെന്നെ മറന്നില്ല താവൻ. ഇനിയുള്ള നാളുകൾ ഫലപ്രദമാക്കാൻ ദർശനം തരിക, നിൻ കൃപ തരിക. ഇനിയുള്ള നാളുകൾ ഫലപ്രദമാകാൻ ദർശനം തരിക, നിൻ കൃപ തരിക. കാലങ്ങൾ പോയേ. കാലങ്ങൾ കടന്നുപോയി. നമ്മുടെ പിതാക്കന്മാർ നമ്മെ വിട്ട് കടന്നുപോയി. എന്നാൽ നമ്മെ ദേശത്ത് നിർത്തിയിരിക്കുന്നത് തരിശു നിലങ്ങളെ ഉഴുതുമറിച്ച് നൂറുമേനി ഫലം കണ്ടെത്തുവാൻ. അത്തിയെ നോക്കി ശപിച്ചതുപോലെ ആ ശാപം ഏറ്റുവാങ്ങാതെ ഈ അന്ത്യകാലത്ത് ശക്തമായ ദൈവപ്രവൃത്തികൾ ചെയ്യുവാൻ പെന്തക്കോസ്ത് സമൂഹത്തിന് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം 2 തീമോഥെയോസ് 4:1 വായിച്ച് എൻ്റെ പ്രസംഗം ആരംഭിക്കുവാൻ പോകുകയാണ്. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. ദൈവദാസന്മാരോട്, പ്രത്യേകിച്ച് പ്രാസംഗന്മാരോട് പൗലോസിന് പറയാനുള്ളത് വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുവാൻ വളരെ ശക്തമായി പൗലോസ് പറയുമ്പോൾ ജീവികളെയും മരിച്ചവരെയും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും അവൻ്റെ പ്രത്യക്ഷതയും സാക്ഷി വെച്ചുകൊണ്ട് പറയുന്നു, വചനം പ്രസംഗിക്കുക. ഹല്ലേലൂയ. സ്റ്റേജിലൊന്നും തോന്നിയതുപോലെ പറയരുതെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ, വചനം പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം, വചനത്താൽ ഉളവായ ആകാശവും ഭൂമിയും വെള്ളവുമൊക്കെ ചരാചരങ്ങളെല്ലാം സന്തോഷിപ്പാനിടയായിത്തീരും ഈ വചനം പ്രസംഗിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. പണ്ട്
ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി തൻ്റെ വചനത്താൽ ഉണ്ടായി എന്നാണ്. അപ്പോൾ വചനം പ്രസംഗിക്കുമ്പോൾ ഈ കാണുന്ന സകല ചരാചരങ്ങൾക്കും ഒരു ആനന്ദമാണ്. മനസ്സിലോ? നമ്മുടെ പിതാക്കന്മാർ പണ്ട് പ്രവർത്തിച്ചതായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വലിയൊരു ആനന്ദമുണ്ട്. എൻ്റെ പിതാവ് മിലിറ്ററിക്കാരനായിരുന്നു വന്ന് ലീവിന് വന്നപ്പോൾ 4 കൂട്ടുകാരന്മാരുമായിട്ട് സന്ധിച്ചിട്ട് വീട്ടിലെത്തും മുമ്പേ ചായക്കടയിൽ പോയി ചായ കുടിക്കുവാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ പിതാവ് ഈ മിലിറ്ററിയിലെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ മിലിറ്ററിക്കാരനാണെന്ന് കണ്ടിട്ട് എൻ്റെ പപ്പയ്ക്ക് ഗ്ലാസ്സിൽ ചായ കൊടുത്തു. കൂടെ വന്ന 3 പേർക്കും ചിരട്ടയിൽ ചായ കൊടുത്തു. ഇത് കണ്ടിട്ട് പപ്പ ഈ 3 ചിരട്ടയും വാങ്ങിച്ച് ഒരുമിച്ച് ചായക്കടക്കാരൻ്റെ അടിച്ച് പൊട്ടിച്ച് 11 വർഷം കേസ് പറഞ്ഞ ആ സംഭവം ഞങ്ങളോട് പറയുമ്പോൾ അത് കേൾക്കാൻ വളരെ രസമായിരുന്നു എനിക്ക്. പ്രൈസലോ. അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ രക്ഷിക്കപ്പെടാത്ത കാലമാണ്. അത് നമുക്കൊരു വലിയൊരു സന്തോഷമായിരിക്കും. അങ്ങനെ അങ്ങ് വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ വചനത്താൽ ഉളവായ സകലത്തിനും വലിയ സന്തോഷമായിരിക്കും. പ്രൈസലോ. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഈ മനുഷ്യർക്ക് സന്തോഷമില്ലാത്ത കാര്യം മനുഷ്യനെ വചനത്താൽ ഉണ്ടാക്കിയതല്ല, അത് മണ്ണുകൊണ്ടുണ്ടാക്കിയ മൺകട്ടയാണ്. ഈ മൺകട്ടയ്ക്ക് ഒരു പിടിയും കിട്ടത്തില്ല. പ്രൈസലോ. എന്നാൽ ചില മൺകട്ടകൾ ദൈവകൃപയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവർ രൂപാന്തരം പ്രാപിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മൺകട്ടകളായിരുന്നു പണ്ട് നമ്മൾ. എന്നാൽ ഇന്ന് ക്രിസ്തുയേശുവിനാൽ അവൻ്റെ സ്വന്തം ജനമായി തീർത്തിരിക്കുക. ഹല്ലേലൂയ. വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ്? സാക്ഷാൽ വചനമായവൻ യേശുവാണ്. അങ്ങനെയാണെങ്കിൽ വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ പ്രസംഗിക്കുക. യോഹന്നാൻ ഒന്ന് പറയുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അങ്ങനെയാണെങ്കിൽ വചനം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദൈവം തന്നെയാണ്. ആ വചനത്തെയാണ് നാം പ്രസംഗിക്കുവാൻ പറയുന്നത്. ആദിയിൽ വചനം. എന്നാൽ ഉൽപ്പത്തിയിൽ നാം വായിക്കുമ്പോൾ ആദിയിൽ ദൈവം, ആ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ആദിയിൽ പറയുമ്പോൾ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞാൽ അത് ആരാണ് ദൈവം? പലരും, ഞാൻ ബൈബിൾ സ്കൂളിലായിരുന്നപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചു, ഈ ദൈവത്തെ ആരുണ്ടാക്കി എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കോശിഷ് സാറ് ചോദിച്ചത് നീ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പം തങ്കച്ചൻ സാറ് ഭയങ്കര രസികനാണ്. തങ്കച്ചൻ പാസ്റ്റർ പറഞ്ഞു, നായ്ക്ക് വള്ളി ഇട്ടപ്പോഴാണ് നീ ഉണ്ടായത്. പ്രൈസലോ. അപ്പം ദൈവത്തെ ഉണ്ടാക്കിയതാര്? 133 സങ്കീർത്തനം വായിക്കുമ്പോൾ എൻ്റെ ബുദ്ധിക്കൊത്താത്ത വൻകാര്യങ്ങളിൽ ഞാൻ ഇടപെടാതിരിക്കുന്നു. ദൈവം എങ്ങനെ ഉണ്ടാക്കി, ദൈവം ആരാണെന്നൊക്കെ ചിന്തിക്കുവാനുള്ള ബുദ്ധി നമ്മുടെ ഈ ചെറിയ തലച്ചോറിനകത്തില്ല. ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക. ദൈവം പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനാണ്. അവൻ ആദിപരാ ശക്തിയാണ്, ഏലോഹിയാണ്, യഹോവയാം ദൈവമാണ്, സകല ചരാചരങ്ങളുടെ സൃഷ്ടിതാവാണ്, അവൻ സൃഷ്ടികർത്താവാണ്, അവൻ ആദി പൊരുളായവനാണ്, അഹം പൊരുളായവനാണ്, അവൻ ആദിത്യനാഥനായവനാണ്. ഇങ്ങനെയെല്ലാം യഹോവയായ ദൈവത്തിന് എൻ്റെ ഓർമ്മയിൽ ചെറിയ പേരുകൾ ചില പേരുകൾ ഓർമ്മ വന്നു, അത് പറഞ്ഞതേ ഉള്ളൂ. അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്, അവൻ്റെ പുത്രനത്രേ യേശു കർത്താവ്. ഹല്ലേലൂയ. അപ്പോ ഈ ആദിപരാശക്തനായവനും സർവജ്ഞാനിയും സർവവ്യാപിയും അഗാധ പ്രഭാഗങ്ങളുടെ കലവറയായവനുമായ ദൈവത്തിൻ്റെ ഏകജാതനാണ് യേശു കർത്താവ്. അവനെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ്.
ഞങ്ങളെന്തുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നു? ഒന്ന്, അവൻ ദൈവപുത്രനായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് മനുഷ്യർ സാക്ഷിച്ചിട്ടുണ്ട്. അല്പം ബുദ്ധിജ്ഞാനമുള്ള ശാസ്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിജ്ഞാനവും പരിജ്ഞാനം ബോധവും ഇല്ലാത്ത ദുരാത്മാക്കളും പറഞ്ഞിട്ടുണ്ട് അവൻ ദൈവപുത്രനാണ്. ഹല്ലേലൂയ. 6000 ഭൂതം ബാധിച്ച ലഗിയോൻ പറഞ്ഞു, ദൈവത്താണേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നീ സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കല്ലേ. അപ്പോൾ സാത്താൻ അറിയാം ഞാൻ ദണ്ഡന ഏൽക്കാനുള്ളവനാണ്, പക്ഷെ ആ സമയം വരുമ്പോൾ എന്നെ ദണ്ഡിപ്പിച്ചാൽ മതി, സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കല്ലേ എന്ന് ആ ഭൂതഗ്രസ്തനായ മനുഷ്യൻ പറയുമ്പോൾ വാക്ക് ശ്രദ്ധിക്കുക, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കർത്താവ് മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കർത്താവ് ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിച്ചു. യേശു ഫിലിപ്പിൻ്റെ കൈസരയുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. പലരും ഏലിയാവെന്നും ഇരമ്യാവെന്നും മറ്റേ പ്രവാചകനെന്നും ആ പ്രവാചകനെന്നൊക്കെ ഒരു തെളിവില്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ദർശനമുള്ള പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. ദർശനമുള്ളവന് മാത്രമേ തൻ്റെ ഇടമായിട്ട് യേശു ആരാണെന്ന് പറയാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് 2-ാം അധ്യായത്തിൽ ഒരു പക്ഷപാതക്കാരനെ 4 പേർ കൂടെ എടുത്തുകൊണ്ട് വന്നു. ആ പക്ഷപാതക്കാരനെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, നിന്റെ പാപം മോചിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ അവിടെ ശാസ്ത്രിമാരായ പലരുണ്ടായിരുന്നു. ശാസ്ത്രിമാരെല്ലാം ഹൃദയത്തിൽ ചിന്തിക്കല്ലേ, ഇവിടെ ദൈവത്തെ കൊണ്ട് മാത്രമല്ലാതെ പാപത്തെ മോചിക്കുവാൻ ആർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശാസ്ത്രിമാർ ഈ പക്ഷപാതക്കാരൻ്റെ രോഗം അല്ല പാപം മോചിച്ച് തന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ശാസ്ത്രിമാർ പറയുകയാണ്, ദൈവത്തെ കൊണ്ട് മാത്രമേ പാപങ്ങൾ മോചിപ്പാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവൻ ദൈവപുത്രൻ തന്നെയാണ്. ഹല്ലേലൂയ. ദൈവം ഭൂമിയിലേക്ക് തൻ്റെ പുത്രനെ അയക്കുമ്പോൾ സ്വന്തക്കാർ മാത്രമേ തള്ളിക്കളഞ്ഞുള്ളൂ, അല്ലേ? സ്വന്തം യഹൂദൻ. എന്നാൽ ഞാൻ പറയുന്നു, ശാസ്ത്രിമാരും പരീശന്മാരൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും വാക്കും ഭാഷണവും കൂടാതെ അവരും പറയുന്നുണ്ട് ഇവൻ ദൈവപുത്രൻ തന്നെയാണ്. ഹല്ലേലൂയ. ബോധം പൊക്കണമില്ലാത്ത ഭൂതഗ്രസ്തൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നീ എന്നെ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിന് ധാരാളം പേരുകൾ വേദപുസ്തകത്തിലുണ്ട്. അത്ഭുതമന്ത്രി എന്നും വീരനാം ദൈവമെന്നും നിത്യപിതാവെന്നും സമാധാന പ്രഭു എന്നും ഇമ്മാനുവേലെന്നും യേശു എന്നും യേശു ക്രിസ്തു എന്നൊക്കെ ധാരാളം പേരുകൾ എൻ്റെ യേശുവിനുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ യേശുവിൻ്റെ പേരുകൾ, അനവധി പേരുകൾ ഈ വേദപുസ്തകത്തിൽ ഉള്ളതുകൊണ്ട് സാക്ഷാൽ ദൈവപുത്രനായതുകൊണ്ടും ഞങ്ങൾ അവനെ പ്രസംഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം യേശു കർത്താവിനെ പ്രസംഗിക്കുവാൻ കാരണം സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സകലവും അവൻ മുഖാന്തരം ഉളവായെങ്കിൽ അവനെ പ്രസംഗിക്കുമ്പോൾ അവൻ ഉളവാക്കിയതിനൊക്കെയും വലിയ സന്തോഷം പകരുവാൻ, ചൈതന്യം പകരുവാൻ, ജീവൻ പകരുവാൻ ആ വാക്കുകൾ മതിയായ തന്നെയാണ്. ഇത് മാത്രമല്ല, യോഹന്നാൻ 1:4 വായിക്കുമ്പോൾ അവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവപുത്രനായതുകൊണ്ടും വെളിച്ചമായതുകൊണ്ടും
ഞങ്ങൾ അവനെ പ്രസംഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് ഞങ്ങളോട് പറഞ്ഞത്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കാം. വായിക്കാം യോഹന്നാൻ 12:32. ഞാനോ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. രണ്ടാമത് ഞങ്ങൾ കർത്താവിനെ പ്രസംഗിക്കുന്നത്, അവനെ ഉയർത്തിയാൽ കർത്താവ് പറഞ്ഞു എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കാം. ഞങ്ങളിവിടെ കടന്നു വന്ന് യേശു കർത്താവിനെ സ്റ്റേജിൽ ഉയർത്തിയത് കൊണ്ടല്ലേ ഈ ദേശത്ത് ഇത്രയും ജനങ്ങൾ ഉളവാകുവാൻ കാരണം. 67 വരുമ്പോൾ ഞങ്ങളുടെ സഭയും പകരൂരിലുള്ള നമ്മുടെ തമ്പിപ്പാസ്റ്റ സഭയും സസ്സഗോളിൻ്റെ സഭയും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് എത്രയോ വിശ്വാസികൾ പല സഭകളിലും അംഗമായി മാറുവാൻ 67 ശേഷം ഇടയായി മാറിയത് ഞാൻ വിശ്വസിക്കുന്നു. വർഷം തോറും ഈ ദേശത്ത് നടത്തി വരുന്ന ദൈവത്തിൻ്റെ വചനം ഉയർത്തി കാട്ടിയത് കൊണ്ട് എൻ്റെ ദൈവം ആകർഷിച്ചിട്ടാണ് ഈ ജനമെല്ലാം രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ അനേകരെങ്കിലേക്ക് ആകർഷിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ദൈവപുത്രനായ ക്രിസ്തുവാണ്. യേശു കർത്താവിനെ ഞങ്ങൾക്ക് ഉയർത്തുന്നതിന് യാതൊരു മടിയുമില്ല. കാരണം അവനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒരു ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ഞാൻ കർത്താവിനെ ഓർപ്പിക്കുമ്പോൾ അത് എൻ്റെ കർത്താവ് ഏതെല്ലാം സബ്ജക്റ്റിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞാൻ പഠിച്ച എൻ്റെ അറിവനുസരിച്ച് ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്, അവൻ ദൈവശാസ്ത്രത്തിൽ അവൻ മഹാദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ അവൻ മഹാദൈവമാണ്. നമ്മുടെ യേശു കർത്താവിനെ പോലെ മഹാദൈവം വേറെ ആരും തന്നെ ഇല്ല. ഹല്ലേലൂയ. മഹാദൈവത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. രണ്ടാമത്, ആ ദൈവം നരവംശ ശാസ്ത്രം പഠിച്ചാൽ അവൻ മനുഷ്യപുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവശാസ്ത്രത്തിൽ അവൻ മഹാദൈവവും നരവംശ ശാസ്ത്രത്തിൽ അവൻ മനുഷ്യപുത്രനുമാണ്. തത്വശാസ്ത്രം പഠിക്കുമ്പോൾ അവൻ ലോഗോസാണ്, അഥവാ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത് ഊർജശാസ്ത്രം പഠിക്കുമ്പോൾ അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ കുറിച്ച് ഈ ബൈബിളിൽ പാരായണത്തിൽ എനിക്ക് ലഭിച്ച ചില അറിവുകളാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ഊർജശാസ്ത്രത്തിൽ അവൻ സർവശക്തനാണ്. പുരാവസ്തു ശാസ്ത്രത്തിൽ അവൻ യുഗങ്ങളുടെ പാറയാണ്. പ്രൈസ് ദി ലോർഡ്. പുരാവസ്തു ശാസ്ത്രം പഠിക്കുമ്പോൾ അവൻ യുഗങ്ങളുടെ പാറയാണ്. പ്രൈസ് ദി ലോർഡ്. ജീവശാസ്ത്രം പഠിക്കുമ്പോൾ അവൻ നിത്യജീവനാണ്. എൻ്റെ യേശു ജീവശാസ്ത്രം പഠിക്കുമ്പോൾ അവൻ നിത്യജീവനായി നിലകൊള്ളുകയാണ്. പ്രൈസ് ദി ലോർഡ്. ജന്തുശാസ്ത്രം പഠിക്കുമ്പോൾ അവൻ യഹൂദൻ സിംഹമാണ്. ജന്തുശാസ്ത്രത്തിൽ യഹൂദൻ സിംഹമായവൻ എൻ്റെ യേശു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. സസ്യശാസ്ത്രം പഠിക്കുമ്പോൾ അവൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത് വാനശാസ്ത്രം പഠിക്കുമ്പോൾ അവൻ ഉദയനക്ഷത്രം. വാനശാസ്ത്രത്തിൽ അവൻ ഉദയനക്ഷത്രമായി വെളിപ്പെട്ടവനാണ്. അവൻ്റെ ജനനം തന്നെ നക്ഷത്രമാണ് ദേശത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. അവൻ എവിടെ ജനിച്ചു എവിടെ കിടന്നു എന്നുള്ളത് വെളിപ്പെടുത്തിയത് നക്ഷത്രമാണ്. തച്ചുശാസ്ത്രമനുസരിച്ച് അവൻ മൂലക്കല്ലും ആണിക്കല്ലുമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിനെ പോലെ ഒരു തച്ചൻ ലോകത്തിലാരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ തച്ചന്മാർക്ക് കോഴിക്കൂട് അടിക്കാനും ജനല് വാതില് കട്ടില് അലമാര ഇതൊക്കെ അടിക്കുവാനേ അവർക്കറിയുള്ളൂ.
എൻ്റെ കർത്താവ് ലോകത്തെ പണിയുവാൻ പറ്റിയ അച്യുതൻ എൻ്റെ യേശു മാത്രമാണ്. ഹല്ലേലൂയ. തച്ചുശാസ്ത്രം പഠിക്കുമ്പോൾ അവൻ മൂലക്കല്ലും ആണിക്കല്ലുമാണ്. വൈദ്യശാസ്ത്രം പഠിക്കുമ്പോൾ ഗിലെയാദിലെ നൽക്കുഴമ്പാണ്. വേദപുസ്തകത്തിൻ്റെ കർത്താവിനെ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് വൈദ്യശാസ്ത്രത്തിൽ അവൻ ഗിലെയാദിലെ നൽക്കുഴമ്പാണ്. അടുത്ത് ശരീരശാസ്ത്രം പഠിക്കുമ്പോൾ സഭയുടെ ശിരസ്സാണ്. പ്രൈസ് ദി ലോർഡ്. സഭയുടെ ശിരസ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആയതുകൊണ്ടാണ് നമുക്ക് വരുന്നായ അനർത്ഥങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ എൻ്റെ കർത്താവിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഈ സത്യങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജ്യോതിർക്കോളം ജ്യോതിശാസ്ത്രം പഠിക്കുമ്പോൾ എൻ്റെ കർത്താവ് നീതിയിൻ സൂര്യനാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത മനഃശാസ്ത്രം പഠിക്കുമ്പോൾ അവൻ ആശ്വാസപ്രദനാണ്. തത്വശാസ്ത്രം പഠിക്കുമ്പോൾ അവൻ വീണ്ടെടുപ്പുകാരനാണ്. അടുത്ത് ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ അവൻ ആൽബയും ഒമേഗയുമാണ്. ഇത് ദൈവവചനം പഠിച്ചപ്പോൾ എൻ്റെ കർത്താവിനെക്കുറിച്ച് എനിക്ക് ലഭിച്ച അറിവാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. ഹല്ലേലൂയ. ഈ വിധത്തിലൊക്കെ എൻ്റെ അരുമനാഥൻ ഞങ്ങളോട് ഇടപെടുന്നത് കൊണ്ട് ഇവനെ പ്രസവിക്കാതിരിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ പുത്രനാം യേശു പൂജാതനാം സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. ദൈവത്തിൻ പുത്രനാം യേശു ഭുജാതനാം സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴുകയാൽ ആകുലമില്ല നാളെ ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൻ എത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല നാളെ ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൻ എത്ര ധന്യമേ ലോക ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ പ്രസംഗിക്കുവാൻ കാരണം അവൻ ഒന്നാമത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനം ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കാം. ഈ ദേശത്ത് കടന്നു വന്നിട്ട് എൻ്റെ മാതാവും പിതാവും വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി എത്രയോ കുടുംബങ്ങൾ നിന്ന് രക്ഷപ്പെട്ട് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും സഞ്ചരിച്ച് പണങ്ങൾ ഉണ്ടാക്കി കർത്താവിൻ്റെ വേല ചെയ്യുന്നതോർത്ത് ഞാൻ ദൈവത്തധികമായി സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഉയർത്തിയാൽ എൻ്റെ കർത്താവ് അനേകരെ ആകർഷിക്കുവാനിടയായി തീരുമെന്നുള്ള എൻ്റെ യേശുവിൻ്റെ വാക്ക് മുഖാന്തരമാണ് ഞങ്ങൾ വർഷം തോറും ഞങ്ങൾ കർത്താവിനെ ഉയർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് വലിയൊരു ഫണ്ടൊന്നും ഉണ്ടായിട്ടല്ല ഞങ്ങളിതൊക്കെ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് ഞങ്ങൾ കർത്താവിനെ ഉയർത്തുവാൻ കാരണം മത്തായി 28:18 കർത്താവ് ഒരു വാക്യം പറഞ്ഞു, വായിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ
നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള ഒരേ ഒരു വ്യക്തി എൻ്റെ യേശു മാത്രമേ ഉള്ളൂ. ലോകത്തിൽ പലർക്കും അധികാരമുണ്ടെങ്കിലും സ്വർഗത്തിലൊന്നും അവർക്ക് അധികാരമില്ല. എന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ളവൻ എൻ്റെ യേശു മാത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ കർത്താവിനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്യം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് സകല ജാതിയോടും സുവിശേഷം പ്രസംഗിച്ച് അവരെ ശിഷ്യരാക്കിക്കൊള്ളുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിച്ചു കൊള്ളുവിൻ. ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഞാനുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിൽ അധികാരമുള്ളവൻ ലോകാവസാനത്തോളം ഞങ്ങളോടുകൂടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവനെ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ മാത്രമല്ല അധികാരം, സ്വർഗത്തിലും കർത്താവിന് അധികാരം. സ്വർഗത്തിൽ അധികാരമുള്ളത് കൊണ്ടാണ് എഫേസ്യ ലേഖനം 1:3 നാം ഞാൻ വായിക്കുന്നു, സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വർഗത്തിലെ അധികാരത്തിൽ എൻ്റെ കർത്താവ് ഉണ്ട്. ആ അധികാരം ഉള്ളത് കൊണ്ടാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് സ്വർഗത്തിലെ അധികാരം കർത്താവ് നമുക്ക് തരുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലെ 8-ഉം 10-ഉം വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ഉയരത്തിൽ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി അവർ ദാനങ്ങളെ കൊടുത്തു. ഇന്ന് രാത്രികാലം കർത്താവിന് വേണ്ടി ബന്ധപ്പെടുന്ന ദൈവ ഭൃത്യന്മാരെ, ദൈവമക്കളെ, എൻ്റെ കർത്താവ് നിങ്ങളെ മാനിച്ചിട്ട് അവൻ നിങ്ങളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി നല്ല ദാനങ്ങളെ തരുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. സ്വർഗത്തിൽ അവൻ അധികാരമുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും തരിക മാത്രമല്ല, നല്ല ദാനങ്ങളെ തരുവാൻ സ്വർഗത്തിലെ അധികാരം നമ്മുടെ കർത്താവിനുണ്ട്. അത് നമുക്ക് വായിക്കാം. 1-ാം അധ്യായത്തിലെ 19 മുതൽ 21-ാം വാക്യം വരെ എഫേസ്യ ലേഖനം. വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. സകലത്തിനു മീതെ എൻ്റെ കർത്താവിനെ ഇരുത്തിയിരിക്കുക. അധികാര സ്ഥാനത്ത് എൻ്റെ കർത്താവ് ചെന്നിരിക്കുക. സ്വർഗത്തിലെ സകല അധികാരത്തിലും യോഗ്യൻ എൻ്റെ യേശു മാത്രമാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് നമുക്കവിടെ സ്ഥലം ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വർഗത്തിൽ സ്ഥലം ഒരുക്കണമെങ്കിൽ സ്വർഗം കർത്താവിൻ്റെ വകയായതുകൊണ്ടല്ലേ അവനവിടെ സ്ഥലം ഒരുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് കർത്താവിൻ്റെ ദാസന്മാരായിരിക്കുന്നവർക്കിവിടെ വേണ്ടും പോലെ താമസിച്ച് പ്രവർത്തിപ്പാൻ നല്ല നല്ല ഭവനങ്ങളില്ലെങ്കിലും ഞങ്ങൾ ഭാരപ്പെടുന്നില്ല. കൈപ്പടിയല്ലാത്തൊരു നിത്യഭവനം ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ അധികാരം നമ്മുടെ കർത്താവിന് ഉള്ളത് കൊണ്ടാണ്
കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ വാങ്ങി ഞാൻ നിങ്ങളുടെ മേൽ പകരും. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിൽ അധികാരമുള്ളത് കൊണ്ടാണ് കർത്താവ് കടന്നുപോയി പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നത്. ഹല്ലേലൂയ. ആ കർത്താവ് സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച ദൈവമായതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഭൂമിയിലും ദൈവം ചില കാര്യത്തിന്മേൽ അധികാരമുണ്ട്, സ്വർഗത്തിലും അവന് അധികാരമുണ്ട്. ജീവിതത്തിന്മേൽ ഇനി ഭൂമിയിൽ കർത്താവിന് ഏതിന്മേലൊക്കെ അധികാരമുണ്ടെന്നും കൂടെ ഞാൻ ഓർപ്പിച്ചിട്ട് ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്വർഗത്തിൽ അധികാരമുണ്ട് നമ്മുടെ മേൽ കൃപാവരങ്ങളെ പകരുവാനും നല്ല ദാനങ്ങളെ തരുവാനും നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാനും നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ അയച്ചു തരുവാനും എൻ്റെ കർത്താവിന് സ്വർഗത്തിൽ അധികാരമുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ ഫലം കായ്ക്കാതെ വരുമ്പോൾ പിതാവ് പറയും, അവനെ വെട്ടിക്കളയടാ. കർത്താവ് പറയും, പിതാവേ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് നല്ലൊരു മീഡിയേറ്ററായിട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു മധ്യസ്ഥക്കാരനാണ് നമ്മുടെ കർത്താവ്. രാത്രികാലം ആ മധ്യസ്ഥക്കാരൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. ഹല്ലേലൂയ. ഇനി കർത്താവിന് ഭൂമിയിലെ അധികാരം എന്തിന്മേലുണ്ട്? ഒന്ന്, അവൻ ഭൂമിയിൽ അധികാരമുണ്ടത് പാപത്തിൻ്റെ മേൽ അവനൊരു അധികാരമുണ്ട്. പാപം മോചിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, പാപം മോചിക്കുവാൻ പാപത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു മാത്രമേ ഉള്ളൂ. യേശു നമ്മുടെ പാപങ്ങൾ മോചിക്കാതിരുന്നെങ്കിൽ നമുക്കാർക്കും ഈ സ്റ്റേജിലിരിക്കുവാൻ കഴിയില്ല, നമുക്കാർക്കും പന്തലിന് കീഴിൽ വരുവാൻ കഴിയില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളെ മോചിച്ച് തന്നതിനാൽ നമ്മുടെ വലങ്കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്മിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ നാമം. ഓ, അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കുന്ന നാമം. ഓ, ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കുന്ന നാമം. ഒന്നാമത് നമ്മുടെ കർത്താവിന് പാപത്തിൻ്റെ മേൽ അധികാരം, പാപങ്ങളെ മോചിക്കുവാൻ എൻ്റെ കർത്താവിന് അധികാരമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പാപം മോചിക്കപ്പെടുവാൻ കർത്താവിന് അധികാരമുള്ളത്. കർത്താവ് പാപം മോചിക്കപ്പെടുവാൻ അധികാരമുള്ളത് കൊണ്ടാണ് ആ കർത്താവിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റെടുത്തപ്പോൾ നമ്മുടെ പാപങ്ങൾക്കൊരു മോചനം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. പാപം മോചിക്കപ്പെടുവാൻ ലളിതമായ 4 വഴികളുണ്ട്. ഒന്നാമത്, പാപം ഏറ്റു പറയും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ നമ്മുടെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. 32-ാം സങ്കീർത്തനം. ഏറ്റു പറയും എന്ന് പറഞ്ഞപ്പോൾ തന്നെ, ഏറ്റു പറഞ്ഞില്ല, ഉള്ളിൽ തീരുമാനം എടുത്തപ്പോൾ തന്നെ കുറ്റം ക്ഷമിച്ചു കൊടുത്തു. ഇവിടെ ഇത്ര പെട്ടെന്ന് ഒരു കാര്യം നടത്തിച്ചു കൊടുക്കുന്ന ഏത് ഡിപ്പാർട്ട്മെൻ്റ് ലോകത്തിലുണ്ട്? ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഇവിടെ സെക്രട്ടറിയിൽ എത്രയോ 1000 സ്തോത്രം ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്. പത്രങ്ങളൊക്കെ വരും. എന്നാൽ എൻ്റെ യേശുവിന് മുമ്പേ പാപം ഏറ്റു പറയുമെന്ന് നീ തീരുമാനമെടുക്കുമ്പോൾ തന്നെ
സഡനായിട്ട് പാപങ്ങളെ മോചിച്ച് ലഭിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ എൻ്റെ യേശുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. രണ്ടാമത് യോഹന്നാൻ സുവിശേഷം 15:3 വായിക്കുമ്പോൾ, നിങ്ങൾ ഇപ്പോൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു വാക്ക് കേട്ടപ്പോൾ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടായെങ്കിൽ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നീ ശുദ്ധിയുള്ളവരായി തീരുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, വചനം പ്രസംഗിക്കുക. രാത്രികാലം വചനം കേൾക്കുമ്പോൾ നമ്മൾ ശുദ്ധിയുള്ളവരായിത്തീരുന്നു. വചനം കേൾക്കുമ്പോൾ രോഗശാന്തി നടക്കും. വചനം കേൾക്കുമ്പോൾ ഭൂതങ്ങൾ മേൽ ഒരു വിടുതലുണ്ടാകും. വചനം കേൾക്കുമ്പോൾ കുടുംബങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. വചനം കേൾക്കുമ്പോൾ നിന്റെ ശാപം മാറി അനുഗ്രഹം നിന്റെ വീട്ടിൽ വരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ ഈ പാപങ്ങളുടെ മേൽ അധികാരമുള്ളവൻ എൻ്റെ യേശു മാത്രമാണ്. വിശ്വസിക്കുന്ന മാത്രയിൽ, കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ 44-ാം വാക്യം വായിക്കുമ്പോൾ, അവിടെ വായിക്കാം. പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. 10:43 അവനിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനം വരുമെന്ന് സകല പ്രവാചകന്മാരും പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ യേശുവിൽ വിശ്വസിച്ചാൽ പാപമോചനം ലഭിക്കുന്നു. ഏറ്റു പറഞ്ഞാൽ പാപമോചനം ലഭിക്കുന്നു. വചനം കേൾക്കുമ്പോൾ നീ ശുദ്ധിയുള്ളവനായി മാറുന്നു. ഈ 3 പദ്ധതിയിലും കൂടെ പാപം മാറിയില്ലെങ്കിൽ, 4-മത്തൊരു പാപം മാറ്റുവാൻ ഒരു പദ്ധതിയുണ്ട്. കർത്താവിൻ്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധി. അങ്ങനെ 4 ലളിതമായ നിലകളിൽ പാപം മോചിക്കപ്പെടുവാൻ അധികാരമുള്ളവനാണ് എൻ്റെ യേശു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പാപങ്ങളുടെ മേൽ മോചനമുള്ളവനാണ് എൻ്റെ യേശു. 2 ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ്. യേശുവിനെ കണ്ടപ്പോൾ ലഗ്യോൻ വിളിക്കുകയാണ്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നീ സമയത്തിന് മുമ്പേ എന്നെ എണ്ണിപ്പിക്കുവാൻ വരുന്നുവോ? ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ മുൻപാകെ ഭൂതങ്ങൾ അലറി ഓടുവാനിടയായി മാറി. ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവനായ എൻ്റെ യേശു. 4-മതായി അവന് അധികാരമുള്ളത് ന്യായവിധി നടത്തുവാൻ അധികാരം. ഹല്ലേലൂയ. രാത്രികാലം ന്യായവിധി എന്ന് പറയുന്നത് എന്താണ്? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെയാണ് ന്യായവിധി. രാത്രികാലം വെളിച്ചമായി വന്നവൻ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് വാഴ്ത്തപ്പെട്ട കർത്താവ്. ആ കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കാതെ ഇരുളിനെ സ്നേഹിച്ചാൽ അത് ന്യായവിധിക്കിരയായിത്തീരും. യോഹന്നാൻ സുവിശേഷകൻ പറയുകയാണ്, ഇപ്പോൾ കേട്ട വചനം നിമിത്തം നിങ്ങളെ ന്യായം വിധിക്കും. വചനം നിങ്ങൾ തള്ളിക്കളയുന്നുവെങ്കിൽ, കൈക്കൊള്ളാതിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ ന്യായം വിധിക്കും. ന്യായവിധിക്ക് അധികാരം എൻ്റെ കർത്താവിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തി 17-33 വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തെ ന്യായം വിധിക്കുവാൻ സ്വർഗ്ഗത്തിൽ ഒരുവനെ നിശ്ചയിച്ചു കഴിഞ്ഞു. അതാരാണ്? മരിച്ചവരിൽ നിന്നും
ഉയർത്തെഴുന്നേറ്റ് വന്ന യേശുവിനെ തന്നെയാണ്. ഹല്ലേലൂയ. അവനാണ് ന്യായവിധി നടത്തുന്നത്. അതാണ് നാം നേരത്തെ കുറിവാക്യത്തിൽ വായിച്ചത്. മരിച്ചവരെയും ജീവിച്ചവരെയും ന്യായവിസ്താരം നടത്തുന്ന ക്രിസ്തു യേശു. ഹല്ലേലൂയ. രാത്രികാലം ഞങ്ങളെ കേൾക്കുന്ന ദേശനിവാസികളെ, ഞങ്ങൾ ഈ വചനം പ്രസംഗിക്കുന്നത് ഒരു ന്യായവിധി നമ്മുടെ പിന്നാലെ ഉണ്ട്. ആ ന്യായവിധി കർത്താവ് യേശു കർത്താവ് വീണ്ടും വരുമ്പോൾ അവൻ വിശുദ്ധന്മാരെ ഭൂമിയിൽ നിന്നും ചേർക്കപ്പെടും. പിന്നെ നടക്കുന്നത് അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലമാണ്. അന്ന് വലിയൊരു ന്യായവിധിയുടെ നിലയിലോട്ട് ലോകം മാറുവാൻ പോകുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതെ ഈ കർത്താവിനെ നിങ്ങൾ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് വിശുദ്ധ ജീവിതം ചെയ്ത് അവൻ്റെ മക്കളും പ്രിയമക്കളും എന്ന പോലെ ആയിത്തീരുന്നു എങ്കിൽ അവൻ്റെ വരവിൽ നമ്മളെല്ലാവരും എടുക്കപ്പെടും. ഹല്ലേലൂയ. ന്യായവിധി നടത്തുവാൻ അധികാരമുള്ളവനാണ് എൻ്റെ യേശു. ന്യായവിധി എന്ന് പറയുന്നത് എന്താണ്? അവൻ അവസാനമായി ന്യായവിധി നടത്തി അവൻ ശിക്ഷിച്ച് അവൻ കെടാത്ത തീയിലും ചാകാത്ത പുഴുവും വസിക്കുന്ന ഇടത്തേക്ക് തള്ളിയിടുന്ന ഒന്നത്രേ ന്യായവിധി എന്ന് പറയും. പ്രൈസലോ. ഈ വചനങ്ങളെ യഥാർത്ഥമായി പ്രസംഗിക്കുവാനാണ് പൗലോസ് പറയുന്നത്. വചനങ്ങൾ യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് മുൻപാകെ നിൽക്കുവാൻ ശ്രമിക്കുക. പ്രൈസലോ. ദൈവത്തിൻ്റെ വചനങ്ങൾ യഥാർത്ഥമായി പ്രസംഗിക്കണം. വളച്ചും ഒടിച്ചൊക്കെ പ്രസംഗിക്കുന്നവരുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വെളിപ്പാട് പുസ്തകത്തിൽ 22:13 നാം വായിക്കുമ്പോൾ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ ആരെങ്കിലും ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധ മൊത്തം നിന്റെ തലമേൽ വരും. ഏതെങ്കിലും ഒന്ന് കുറച്ചാലോ നീ ജീവ വൃക്ഷത്തിൽ നിന്നും നിനക്ക് അധികാരം നഷ്ടപ്പെടും. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബാധ നമ്മുടെ തലയിൽ കയറാതിരിക്കണമെങ്കിൽ ഇതിൽ കൂട്ടാൻ പോകല്ലേ, കുറയ്ക്കാൻ പോകല്ലേ, ഉള്ളതുപോലെ പ്രസ്താവിപ്പാൻ നമുക്കിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനങ്ങൾ യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് മുൻപാകെ നിൽക്കുവാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. നമ്മളെ തെറ്റിച്ച് കളയുന്ന പല ശക്തികൾ ലോകത്തിലുണ്ട്. അതിലൊരു ശക്തിയാണ് വ്യാജോപദേശങ്ങളുമായി ഇറങ്ങുന്ന ഈ പ്രവചനാത്മാവുള്ള ശക്തി. ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കുക. ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവകൃപ പ്രാപിച്ച് അവൻ്റെ രാജ്യത്തിൽ എടുക്കപ്പെടുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതിനുവേണ്ടി ഇന്ന് രാത്രികാലം ദൈവജനം ഒരുങ്ങേണ്ടതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവസാനമായി എനിക്ക് പറയാനുള്ളത്, എൻ്റെ യേശു മരണത്തിന്മേൽ അധികാരമുള്ളവൻ. ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ അവർ ക്രൂശിൽ തറച്ച് ആണി അടിച്ച് അവനെ ഉയർത്തി വെട്ടിയ പാറമേലിട്ടു. അവൻ മരിച്ചോ ഇല്ലയോ എന്നറിയുവാൻ വിലാപുറത്ത് കുന്തം കൊണ്ട് കുത്തി രക്തവും വെള്ളവും ഒഴുകി. പിലാത്തോസും കൂട്ടും വിചാരിച്ച് മരിച്ചു. അടക്കം ചെയ്തു. കല്ലറ ഉറപ്പിക്കാൻ പറഞ്ഞു. പണ്ടേ ജീവിച്ചിരുന്നവൻ പറഞ്ഞു ഇവൻ 3-ാം നാൾ ഉയർക്കും. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ എടുത്തുകൊണ്ട് ഒളിച്ചു വച്ചിട്ട് പറയും അവൻ ഉയർത്തെഴുന്നേറ്റ്. അതുകൊണ്ട് പടയാളികളെ കൂടെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ മരണക്കല്ലറയിൽ പടയാളികളെ പോസ്റ്റ് ചെയ്തു. അവർക്ക് ധാരാളം പണം കൊടുത്തു. ഈ കല്ലറയിലൊക്കെ ആൾക്കാർ പിന്നെ കാവൽ നിൽക്കണമെങ്കിൽ അല്പം പേടിയില്ലാത്തവർ നിൽക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കും പീലാത്തോസിന് പണം കൊടുത്തത്. എൻ്റെ യേശുവിനെ കല്ലറ കാക്കാൻ വന്ന കാവൽക്കാർക്ക് സ്പെഷ്യൽ പണം കിട്ടി. അതെല്ലാം വാങ്ങിച്ച് നോക്കി നിൽക്കുകയാണ്.
എൻ്റെ യേശു ഉയർക്കാതിരിപ്പാൻ. പണം വാങ്ങിച്ചത് ശരിയാണ്, കാത്തു നിന്നത് ശരിയാണ്, റൈവൽ പിടിച്ചത് ശരിയാണ്. മൂന്നാം നാളായപ്പോൾ എൻ്റെ യേശു ഉയർത്തു, മരണത്തിൽ നിന്ന് ഉയർത്തു. ദൂതൻ സാക്ഷിച്ചു, അവനിവിടെ ഇല്ല. ഹല്ലേലൂയ! എൻ്റെ കർത്താവ് പാവങ്ങളുടെ മേൽ, ഭൂതങ്ങളുടെ മേൽ, സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ളവനാണ്, മരണത്തിന്മേൽ അധികാരമുള്ളവനാണ്. ആ കർത്താവ് മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ അവൻ്റെ ഭക്തന്മാരായ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുമ്പോൾ നാം അവനെ എതിരേൽക്കുവാൻ ഒരുങ്ങണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാൽവരിനാഥൻ എൻ്റെ രക്ഷകൻ, കല്ലറയ്ക്കുള്ളിലൊതുങ്ങുകില്ല. കാൽവരി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ആ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാം. ഒതുങ്ങുകില്ല മൃത്യുവെ വെന്നവൻ, കർത്താതി കർത്താവായി വാഴുന്നവൻ, ഓ മൃത്യുവിലന്നവൻ അത്യുന്നതങ്ങളിൽ, കർത്താതി കർത്താവായി വാഴുന്നവൻ ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാനാ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാനാ. ഓ ഇത്ര സൗഭാഗ്യം വീക്ഷിതിയിൽ ഇല്ല മറ്റൊന്നും നിശ്ചയമാ. ഇത്ര സൗഭാഗ്യം വീക്ഷിതിയിൽ ഇല്ല മറ്റൊന്നും നിശ്ചയമാ. ഓ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ പോരാത്ത കണ്ണീരെ നന്ദിയുള്ളൂ. ഓ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ പോരാത്ത കണ്ണീരെ നന്ദിയുള്ളൂ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാനാ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാനാ. കാൽവരിനാഥൻ എന്റെ രക്ഷകൻ, കല്ലറയ്ക്കുള്ളിലൊതുങ്ങുകില്ല. കാൽവരിനാഥൻ എന്റെ രക്ഷകൻ, കല്ലറയ്ക്കുള്ളിലൊതുങ്ങുകില്ല. ഓ മൃത്യുവിലെന്നവൻ അത്യുന്നതങ്ങളിൽ, കർത്താതി കർത്താവായി വാഴുന്നവൻ. ഓ മൃത്യുവിലെന്നവൻ അത്യുന്നതങ്ങളിൽ, കർത്താതി കർത്താവായി വാഴുന്നവൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാനാ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാനാ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാനാ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാനാ. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട വൈകുന്ന മുൻപാകെ നമ്മുടെ കർത്താവ് പാപം മോചിക്കുവാൻ അധികാരമുള്ളവൻ. പാപമാണ് രോഗത്തിന് കാരണമായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
മനസ്സാവാച കർമ്മണ നമ്മുടെ മേൽ വന്ന ചില അനുസരണക്കേടുകളാൽ നമ്മെ കർത്താവ് ശിക്ഷിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ ശിക്ഷയിൽ നിന്നൊരു വിടുതൽ കിട്ടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവൻ പാപം മോചിച്ചു തരുവാൻ മതിയായ ദൈവമാണ്. കർത്താവേ, ഈ രാത്രിക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വലങ്കരം നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു വിടുതലിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാദൈവമേ, പരിശുദ്ധ പിതാവേ, രോഗികളായി ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവൽ യാഗമായി തീർന്നവൻ, ഞങ്ങളുടെ ശാപം ഞങ്ങളുടെ പാപം ഇതൊക്കെ നീ തീർക്കുവാൻ കാൽവൽ യാഗമായി തീർന്നു. തൻ്റെ അടിപ്പിളരുകളായ സൗഖ്യം വരുത്തി. ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ശാരീരികമായ അസ്വസ്ഥയാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടുന്ന സൗഖ്യവും സമാധാനവും വിടുതലും കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കായ സ്തോത്രം. യേശു നാമത്തിലെ പിതാവേ.